ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ബീഫ് മാരത്തോൺ തുടങ്ങുന്നത് നെട്ടച്ചിറ മുതൽ വെള്ളനാട് വരെയാണ്. അവിടെ പോയിട്ട് ചെറിയ ഏരിയയാണ്. അവിടെ പോയിട്ട് നമുക്കൊരു 3 കട കവർ ചെയ്യണം. ഓക്കെ, അങ്ങോട്ട് പോകാം. ഇത് നമ്മുടെ 6ാമത്തെ എപ്പിസോഡാണ്. പോവാം. ഇതൊരു ഗ്രാമപ്രദേശമാണ്, പൊക്ക ഗ്രാമപ്രദേശമാണ്. നല്ല റോഡൊക്കെ നല്ല കിടില റോഡാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ഇട്ടിരുന്ന വെള്ളനാട് ചെയ്യണം, ചേട്ടാ വെള്ളനാട് ചെയ്യണം, അതേപോലെ തൊലിക്കോട് ചെയ്യണം, അതിന് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വേണം, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വരെയാണ്. അപ്പം ഇന്ന് വെള്ളനാട് പോണ വരെ കുറച്ച് ചെറിയൊരു ഏരിയയാണ്. 3 കട നമുക്ക് നോക്കാം എവിടെയൊക്കെ ഉണ്ടാകും. നമ്മൾ എല്ലായിടത്തും ഇറങ്ങും. ജസ്റ്റ് ചെറിയ തട്ടുകടയാണ് നമുക്ക് നോക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും മറ്റേ ബീഫൊക്കെ കിട്ടുന്ന കട ഉണ്ടോ? ഹോട്ടലിൽ എന്തെങ്കിലും അടുത്ത് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ചെറിയ തട്ടുകട എന്തെങ്കിലും ഇവിടെ? ഓക്കെ, ആ പയ്യൻ പറഞ്ഞ അപ്പോഴത്തെ കാണിക്കപ്പെട്ടിയുടെ അടുത്തൊരു കട ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. പയ്യന്മാരെ പറഞ്ഞ കട എവിടെയാണ് പോയി നോക്കാം. ബീഫുണ്ടോ? ബീഫ്, ഒരു ബീഫ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി 2 സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അടുത്ത് നമുക്ക് കട കണ്ടുപിടിക്കണം. പോവാം. അപ്പൂസ് ഇപ്പം നമ്മൾ റബ്ബറൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ സംഭരിച്ച് അതിനെ മറ്റേ ഇതുപോലെ ഷീറ്റ് പോലെ ആക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ പണ്ട് ആൾക്കാർ ഇതൊരു പറ്റില്ല, പേടി സ്വപ്നമാണ്. ആൾക്കാർ പറയാം രാത്രി ഇതൊരു വെള്ളം വസ്ത്രം ധരിച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, ലേഡീസ് പെണ്ണുങ്ങൾ നടന്ന്, പ്രേതം പോയി, അത് പോയി, ഇത് പോയി. ഇപ്പോഴേ കണ്ട ഇപ്പോൾ റോഡ് അടിപൊളി, എപ്പോഴും വണ്ടി വാഹനം പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ ഇവിടെ ഒരു കട ഉണ്ട്, തട്ട് കട. നോക്കിയാണ് ചേട്ടാ, ബീഫുണ്ടോ? നിങ്ങൾ ഫാമിലിയായിട്ട് നടത്തുന്നതാണ്? ആ, ഫാമിലിയായിട്ട്. ബാക്കിൽ വീടുണ്ടല്ലേ? ആ, ബാക്കിൽ വീടുണ്ട്. ഓക്കെ. ഇത് ഞാൻ പല സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കട ഒരു വൃത്തിയൊക്കെ ഉള്ള കടയാണ്. അത്യാവശ്യം വന്നാൽ ബാക്കിൽ വീടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള ദോശ അപ്പം അപ്പോഴത്തേന് ചൂടായിട്ട് ചുട്ടു തരും. ഓക്കെ, നല്ല ഇരുമ്പ് ചട്ടിയിലാണ്, നല്ല നോക്കിയാൽ ഇരുമ്പ് ചട്ടിയിലാണ് സാധനം നല്ല ചൂടാക്കി. എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ സാധാരണ കടായിലൊക്കെ ഇട്ടാണ് ചൂടാക്കണം കണ്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായിരുന്നാലും കാണാം. അപ്പോൾ നമുക്ക് 2 കടയായി, ഇനി ഒരു കടയും കൂടെ ഉണ്ട്. ഐശ്വര്യ വളവ് തിരിഞ്ഞ വെള്ളനാടായി. വെള്ളനാട് ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ നമുക്കൊരു ബീഫ് കൂടെ വാങ്ങിച്ചാൽ നമ്മുടെ ബീഫായി. അമ്മ ഹോട്ടൽ പഴയ ഹോട്ടലാണ്, പണ്ടേ ഉള്ള. പണ്ട് ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. നമ്മൾ 3 ഷോപ്പിൽ കയറിയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പേര് പക്ഷെ ആർക്കും അറിയാൻ പറ്റില്ല. കറക്റ്റ് ഓരോ പീസായിട്ട് ജസ്റ്റ് കഴിച്ചിട്ട് കറക്റ്റ് റിവീൽ ചെയ്യണം. അതൊക്കെ നമ്മൾ ഷോപ്പ് കൊടുക്കും. അതൊക്കെ നോക്കി കറക്റ്റ് ടേസ്റ്റ് പറയണം. പാചകം ചെയ്യാറുണ്ടോ? സഹായിക്കുന്നുണ്ട്, അമ്മയെ സഹായിക്കാറുണ്ടോ? പറയാമോ ഏതാണോ? ഇതിൻ്റെ പേര് നോക്കണ
ഐശ്വര്യ. അപ്പം ഐശ്വര്യക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ഐശ്വര്യയുടെ ബീഫ് നമ്മൾ റിവീൽ ചെയ്യുന്ന ഇവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഞാനത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. നമ്മൾ 3 ഷോപ്പിൽ പോയാലും നിങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പം ഐശ്വര്യയുടെ ബീഫ് അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ പോണ വഴിയിൽ ഞാനല്ല കഴിച്ചത്, പബ്ലിക്കാണ് കഴിച്ച് പറഞ്ഞത്. ഓക്കെ. നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ട്രോഫി. നമ്മൾ അടുത്ത എപ്പിസോഡ് നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് പോലെ തൊളിക്കോട് ഭാഗത്തോട്ടാണ്. ഓക്കെ. അത് കാരണം ഒരു ഗുഡ് ബൈ.